നക്സലൈറ്റ് നേതാവ് വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. കോതമംഗലം വടാട്ടുപാറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 1968 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പ്രതിയായിരുന്നു. ജയിൽവാസത്തിനു ശേഷം സായുധ വിപ്ലവം ഉപേക്ഷിച്ച് സുവിശേഷകനായി. വിവരങ്ങളുമായി നിതിൻ സേവർ ചേരുന്നുണ്ട്. നിതിൻ, എപ്പോഴായിരുന്നു അന്ത്യം? കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലെ ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് വെള്ളത്തൂവൽ സ്റ്റീവൻ. പിന്നീട് സായുധ വിപ്ലവ പാതയ്ക്ക് ഉപേക്ഷിച്ച് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമൊക്കെ മാറുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കങ്ങഴിക്കടുത്താണ് ജനനം. പിന്നീട് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവലിലേക്ക് കുടിയേറുകയായിരുന്നു. ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൊക്കെ ആകൃഷ്ടനായ അദ്ദേഹം പാർട്ടി പിളർന്നു. CPIയിലായിരുന്നു തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് CPI പാർട്ടി പിളർന്നപ്പോൾ തീവ്ര ഇടതുപക്ഷ ചിന്താഗതി, അതായത് CPIയുടെ ML എന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയായിരുന്നു. പ്രധാനമായും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുകളിലൊക്കെ പങ്കെടുത്ത് അന്ന് തന്നെ വലിയ തോതിൽ പേരുകേട്ട ഒരു നക്സലൈറ്റ് നേതാവായിരുന്നു വെള്ളത്തൂവൽ സ്റ്റീവൻ. പിന്നീട് തലശ്ശേരി ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയി ഇടുക്കിയിലെ മലയോര പ്രദേശത്തുമൊക്കെയായി സായുധ വിപ്ലവത്തിനും സായുധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയായിരുന്നു. കല്ലാർകുട്ടി ജോസഫ് വധക്കേസിലടക്കം വെള്ളത്തൂവൽ സ്റ്റീവൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജയിൽ ജീവിതമായിരുന്നു അദ്ദേഹത്തെ ഇത്തരത്തിൽ നക്സലൈറ്റ് പാതയിൽ നിന്ന് മാറാനുള്ള ഒരു വഴിയൊരുക്കിയത്. 18ഓളം കേസുകൾ, കൊലപാതകങ്ങൾ ഉൾപ്പെടെ 18ഓളം കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. 11 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1971 സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിനിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് അറസ്റ്റിലാകുന്നത്. പിന്നീട് 11 വർഷം ജയിലിൽ കഴിഞ്ഞു. ജയിൽവാസ സമയത്താണ് അദ്ദേഹം ഈ സായുധ പാത വിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ പാതയിലേക്ക് വരാനൊക്കെ തീരുമാനിച്ചത്. ജയിൽ മോചിതനായ ശേഷം തൊഴിൽ ചെയ്തു. ഇടുക്കിയിലെ ചേലച്ചൂടിലാണ് തയ്യൽക്കാരനായി ജോലി ചെയ്ത് ഉപജീവനം നടത്തിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹത്തിന്റെ ജീവിതകഥ ജീവിതകഥ സ്റ്റീഫന്റെ ആത്മകഥ എന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമൊക്കെ വലിയ തോതിൽ വിറ്റുപോയിട്ടുണ്ട്. താൻ നക്സലൈറ്റ് ആയത് എങ്ങനെയെന്നും എങ്ങനെയാണ് ജയിൽവാസത്തിൽ വെച്ച് ഈ നക്സലൈറ്റ് പാത ഉപേക്ഷിക്കാൻ കാരണമായതെന്നൊക്കെ കൃത്യമായി അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് നിരവധി പുസ്തകങ്ങളുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ കോതമംഗലത്ത് താമസിക്കുന്നിടയിലാണ് അല്പസമയം മുൻപ് അദ്ദേഹം ഇങ്ങനെ മരിക്കുന്നത്.